മിനി ആവറേജ് പടം കണ്ടോണ്ടിരിക്കുക വൺ ടൈം വെച്ചാൽ അത്രേ ഉള്ളൂ. It's nice. So for a mass movie. Actually, I'm from Telugu. I don't know Malayalam, but I came to see Telugu movie Pushpa. So it's such a nice movie. Over a mass. It's nice. It's nice. It's too good. It's too good as expected. ക്ലൈമാക്സിൽ നല്ല ഹൈ ഉണ്ടായിരുന്നു. చాలా బాగుంది పోయా తోపుంది. సూపర్ 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 సినిమా. పుష్ప అంటే ఫైర్ ఫ్లవర్ అనుకున్నావా, ఫైర్ వైల్డ్ ఫైర్. സൂപ്പർ സൂപ്പർ ഹിറ്റ്. Very nice. Very nice. యాక్షన్ సీక్వెన్స్ ഒക്കെ నైസാണ്. ഇല്ല കേട്ടോ, നല്ല ഊളപ്പടമാണ്, കണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല. നല്ല പടമായിരുന്നു, കൊള്ളാം. രശ്മികയ്ക്ക് ഇത്തിരി ആക്ടിങ് ഇത്തിരി ഓവറായിട്ട് തോന്നിയതുപോലെ ഉണ്ട് അവിടെ ആയിട്ട് ഇത്തിരി. പിന്നെ ബൻവറിൻ്റെ ആ ഒരു സീക്വൻസ് അതൊക്കെ പറഞ്ഞാൽ കൊള്ളാം. സൂപ്പർ പടം നന്നായിട്ടുണ്ട്. ആദ്യമേ കാണിക്കുന്ന തേർഡ് പാർട്ടിൻ്റെ സംഭവമാണ് കാണിക്കുന്ന. തേർഡ് പാർട്ട് ഇപ്പോൾ ഇല്ലെന്നൊക്കെ പറയും, പക്ഷേ ലാസ്റ്റ് ആണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ആദ്യമേ കാണി തേർഡ് പാർട്ടാണ്. കുറേയൊക്കെ ലോജിക്കലായി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, പക്ഷേ 3-3.25 മണിക്കൂറിനോളൊന്നുമില്ല. It's a very good all-round movie. Like notable points are writing is too good, and other points such as music. Music is one of the best things in this movie. Whenever we look up to the direction, mainly we will see Rajamouli, but now he has very much improved. It's a very good movie, better than Pushpa 1. മൂവി ഈസ് ഗുഡ്. മൂവി ഭംഗിയുണ്ട്. എല്ലാവരും ആക്ടിങ് നന്നായിട്ടുണ്ട്. എമോഷൻസ് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ആക്ഷൻസ് ആർ വെരി ഗുഡ്. all characters are very good. Fahad Fazil acting also very good. It has carried all the emotions, including the mother sentiment, family sentiment, wife sentiment, and also the caring for your colleagues and all. Everything was carried out very well, and also the respect you are giving for any relation is carried out very well. So I don't think it will not be a hit. It will be a hit. What we expect in Pushpa 1, it came back in Pushpa 2. Actually, overall movie is nice. Script is ultimate. ഡ്രാഗിയാണ് ഇച്ചിരി, അതല്ല ലെങ്തിയാണ്. ബട്ട് ഇല്ല അത്രയും വേണ്ടായിരുന്നു. കുറച്ച് സീൻസ് ഉണ്ട്, ഇച്ചിരി അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്, ബട്ട് എന്നാലും കുഴപ്പമില്ല. നല്ല മൂവിയാണ്. ബ്ലാങ്ക് പടമാണ് കേട്ടോ. പിന്നെ ഫഹദിനെ കൊണ്ടുവന്നിട്ട് ആൾ അവസാനമൊന്നും ഇല്ല. അവർക്ക് 3.5 മണിക്കൂറുണ്ട്, അതിനും വലിച്ചു നീട്ടലും ഉണ്ട്. ഒരുമാതിരി ബ്ലാങ്ക് ആണ് പടം, ഗ്രാഫ് ഇല്ലാത്തൊരു പടം. എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടി ദൈർഘ്യം കുറയ്ക്കാമെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ, നല്ല സിനിമ. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പടം. ഫസ്റ്റ് കണ്ടിട്ട് ഒരിക്കലും സെക്കൻഡ് തേടി പോകരുത്. കൊള്ളത്തില്ല സിനിമ. കുഴപ്പമില്ല. സിനിമ വലിയ ഗംഭീരമൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു ആവറേജ് അനുഭവം മാത്രമേ ഉള്ളൂ. ഒരു ശക്തമായൊരു സ്റ്റോറിയൊന്നുമില്ല. ഒരു കോടികൾ മുടക്കിയതിൻ്റെ പേരിൽ കുറേ ബ്രഹ്മാണ്ഡ സീനുകൾ ചിത്രീകരിച്ചു എന്നല്ലാതെ യാതൊരു തരത്തിലൊരു സംതൃപ്തി കിട്ടിയില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. കുഴപ്പമില്ല, ആവറേജ്. സംഭവം ഇത് ഫുൾ തെലുങ്ക് മേക്കിംഗ് ആണ്. അവരുടെ സ്ഥിരം ക്ലീശ സാധനമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഓഡിയൻസിന് പിടിക്കാൻ തോന്നണില്ല. നല്ല സിനിമ, അടിപൊളി. ഇല്ലില്ല, എനിക്കിഷ്ടപ്പെട്ടു. അതൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ആക്ടിങ് അല്ലു അർജുൻ അടിപൊളി. ഫഹദ് ഫാസിൽ അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു. ഇല്ല ക്ലൈമാക്സ് ബോറായി കളഞ്ഞു, ബാക്കിയെല്ലാം ഓക്കെ. നല്ല പടം. എന്ത് കുറച്ച് കൂടിപ്പോയി, കുറച്ചുകൂടെ കുറയ്ക്കുക തുടങ്ങി. ഫസ്റ്റ് പറഞ്ഞെക്കാട്ടും ഇഷ്ടപ്പെട്ടു. ഒരു 5-ൽ 3 കൊടുക്കാം. നല്ല ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫൊക്കെ പെട്ടെന്ന് പോയി. നല്ല ഫൈറ്റ് സീന്, ആക്ടിങ് എല്ലാം കൊള്ളാം. എല്ലാം അത്യാവശ്യം നല്ല പക്കയായിട്ട് നല്ല കണക്റ്റിംഗ് ഒക്കെ ഉണ്ട്. കൊള്ളാം. കണ്ട് തിയേറ്ററിൽ തന്നെ കാണണം.